ബൈബിൾ ഒരു ആത്മീയ വഴികാട്ടി മാത്രമല്ല, സമ്പത്ത് സൃഷ്ടിക്കുന്നതിനും വിഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും സമൃദ്ധമായ ജീവിതം നയിക്കുന്നതിനുമുള്ള ഒരു മാനുവൽ കൂടിയാണ് ഇത്. അതിന്റെ പേജുകളിൽ ഉടനീളം പുരാതന കാലം മുതൽ ഇന്നുവരെ സമ്പന്നരാകാൻ ആളുകളെ ശക്തീകരിച്ച തത്വങ്ങൾ മറഞ്ഞിരിപ്പുണ്ട്. ഈ രഹസ്യങ്ങൾ കേവലം സമ്പത്ത് കുമിഞ്ഞുകൂടുന്നതിന് അപ്പുറമാണ്. ലക്ഷ്യത്തോടും ഉത്തരവാദിത്തത്തോടും ദൈവീക ജ്ഞാനത്തോടും കൂടി സമ്പത്ത് ഉപയോഗിക്കുവാൻ അവ നിങ്ങളെ നയിക്കുന്നു. ഈ വീഡിയോ ബൈബിളിലെ മറഞ്ഞിരിക്കുന്ന കോടീശ്വരനാകുന്നതിന്റെ രഹസ്യം വെളിപ്പെടുത്തുന്നു. ആധുനിക കോടീശ്വരന്മാർക്ക് അറിയാവുന്നതും എന്നാൽ അപൂർവമായി പങ്കിടുന്നതുമായ ഉൾക്കാഴ്ചകൾ നിങ്ങൾക്ക് നൽകുന്നു. വീഡിയോ ലൈക്ക് ചെയ്യുമല്ലോ. സദൃശവാക്യങ്ങൾ 23:7 പറയുന്നു, അവൻ തന്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെ ആകുന്നു. സാമ്പത്തിക വിജയത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് നിങ്ങളുടെ മാനസികാവസ്ഥയിൽ നിന്നാണ്. നിങ്ങൾ എന്ത് സമ്പാദിക്കുന്നു എന്നതിലല്ല, പണത്തെക്കുറിച്ച് നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. ചിന്തകൾ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നുവെന്ന് ബൈബിൾ ഊന്നിപ്പറയുന്നു. നിങ്ങൾ അഭിവൃദ്ധിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ആ വിശ്വാസവുമായി പൊരുത്തപ്പെടുകയും സാമ്പത്തിക വിജയത്തിന് വഴിയൊരുക്കുകയും ചെയ്യും. 2 കൊരിന്ത്യർ 9:8 പ്രസ്താവിക്കുന്നു, ദൈവത്തിന് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുവാൻ കഴിയും. അങ്ങനെ എല്ലാ സമയത്തും നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ടായിരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളിലും നിങ്ങൾ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. ഈ വാക്യം ദൗർലഭ്യ ചിന്തയിൽ നിന്ന് സമൃദ്ധമായ മാനസിക അവസ്ഥയിലേക്ക് മാറുവാൻ പ്രോത്സാഹിപ്പിക്കുന്നു. നൽകാനുള്ള ദൈവത്തിന്റെ കഴിവ് പരിമിതമല്ല. നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനും ഉദാരമായി നൽകാനും നിങ്ങൾക്ക് മതിയാകണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. സമൃദ്ധിയിലുള്ള ഈ വിശ്വാസം അവസരങ്ങളെ ആകർഷിക്കുകയും ഒരിക്കൽ അടച്ചതായി തോന്നിയ വാതിലുകൾ നിങ്ങളുടെ മുന്നിൽ തുറക്കുകയും ചെയ്യും. ഫിലിപ്പിയർ 4:19 പറയുന്നു, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ആത്യന്തിക ദാതാവ് ദൈവമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോഴാണ് സമൃദ്ധിയുടെ പാത ആരംഭിക്കുന്നത്. നിങ്ങൾ അതിജീവിക്കാൻ മാത്രമല്ല, നിങ്ങൾ അഭിവൃദ്ധിപ്പെടുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഈ മാനസികാവസ്ഥ സ്വീകരിക്കുമ്പോൾ വളർച്ചയ്ക്കുള്ള പുതിയ അവസരങ്ങളും നിങ്ങൾക്ക് ഇതിനകമുള്ളത് വർദ്ധിപ്പിക്കാനുള്ള വഴികളും നിങ്ങൾ കാണാൻ തുടങ്ങും. 1 തിമോഥെയോസ് 6:10 നമ്മെ ഓർമ്മിപ്പിക്കുന്നു, പണത്തോടുള്ള സ്നേഹം എല്ലാത്തരം തിന്മകളുടെയും മൂലമാണ്. ഇവിടെ പ്രധാന വാചകം പണത്തോടുള്ള സ്നേഹമാണ്, അല്ലാതെ പണമല്ല. പണം നിഷ്പക്ഷമാണ്. അത് നല്ലതോ ചീത്തയോ അല്ല. ശ്രേഷ്ഠമായ അല്ലെങ്കിൽ സ്വാർത്ഥ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാവുന്ന ഒരു ഉപകരണമാണ് ഇത്. നിങ്ങൾക്ക് പണവുമായി നെഗറ്റീവ് ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക വിജയത്തെ തടഞ്ഞേക്കാം. ഈ ചിന്താഗതിയിൽ മാറ്റം വരുത്തുന്നത് പണത്തെ നന്മയ്ക്കായി ഉപയോഗിക്കാവുന്ന ഒരു വിഭവമായി കാണുവാൻ നിങ്ങളെ അനുവദിക്കുന്നു. മത്തായി 6:24 മുന്നറിയിപ്പ് നൽകുന്നു, 2 യജമാനന്മാരെ സേവിക്കുവാൻ ആർക്കും കഴിയില്ല. നിങ്ങൾക്ക് ദൈവത്തെയും പണത്തെയും സേവിക്കുവാൻ കഴിയില്ല. നിങ്ങൾ പണത്തിന് അടിമപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, മറിച്ച് അത് വിവേകത്തോടെ ഉപയോഗിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളെ ദൈവത്തിന്റെ ഉദ്ദേശവുമായി യോജിപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ സാമ്പത്തിക തീരുമാനങ്ങളിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യവും വ്യക്തതയും ലഭിക്കും. പണം നല്ലതോ ചീത്തയോ എന്ന തെറ്റായ ഡൈക്കോട്ടോമിക്ക് അപ്പുറത്തേക്ക് നീങ്ങുവാൻ ഈ കാഴ്ചപ്പാടിലെ മാറ്റം നിങ്ങളെ സഹായിക്കുന്നു. സമ്പത്തിനെക്കുറിച്ചുള്ള ബൈബിൾ പഠിപ്പിക്കലുകളിലെ പ്രധാന ആശയങ്ങളിലൊന്നാണ് സ്റ്റുവേർഡ്ഷിപ്പ് അഥവാ കാര്യവിചാരകത്വം. നിങ്ങളുടെ പക്കലുള്ളതെല്ലാം ദൈവത്തിൽ നിന്നുള്ളതാണ്, നിങ്ങളത് കൈകാര്യം ചെയ്യുന്നു എന്ന ആശയമാണ് ഇത്. മത്തായി 25:14 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ താലന്തുകളുടെ ഉപമ വിഭവങ്ങൾ വിവേകത്തോടെ കൈകാര്യം ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു. സമ്പത്ത് വർദ്ധിപ്പിച്ച 2 സേവകരെ യജമാനൻ പ്രശംസിക്കുന്നു, എന്നാൽ തന്റെ കഴിവ് കുഴിച്ചു മൂടിയവനെ ശാസിക്കുന്നു. ഇവിടെയുള്ള പാഠം വ്യക്തമാണ്. കൂടുതൽ സൃഷ്ടിക്കുവാൻ അവരുടെ വിഭവങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ദൈവം പ്രതിഫലം നൽകുന്നു. ലൂക്കോസ് 16:10 പറയുന്നു, അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ. ചെറിയ തുകകൾ കൈകാര്യം ചെയ്യുന്നതിൽ നിങ്ങൾക്ക് വിശ്വസ്തത പുലർത്താൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് വലിയ തുകകളും കൈകാര്യം ചെയ്യുവാൻ കഴിയും. ഈ തത്വം കരിയർ അഡ്വാൻസ്മെന്റ്, ബിസിനസ് വളർച്ച, പേഴ്സണൽ ഫിനാൻസസ് എന്നിവയുൾപ്പെടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും വ്യാപിക്കുന്നു. വലിയ ഉത്തരവാദിത്തങ്ങൾക്കായി നിങ്ങളെ തയ്യാറാക്കുന്നതിനായി ദൈവം നിങ്ങളുടെ വിശ്വസ്തതയെ ചെറിയ കാര്യങ്ങളിൽ പരീക്ഷിക്കുന്നു. സദൃശവാക്യങ്ങൾ 27:23 പഠിപ്പിക്കുന്നു, നിന്റെ ആടുകളുടെ അവസ്ഥ അറിവാൻ ജാഗ്രതയായിരിക്കാം, നിന്റെ കന്നുകാലികളിൽ നന്നായി ദൃഷ്ടി വെക്കുക. ബൈബിൾ കാലങ്ങളിൽ ആട്ടിൻകൂട്ടങ്ങൾ സമ്പത്തിനെ പ്രതിനിധീകരിക്കുന്നു. ഈ പഴഞ്ചൊല്ല് നിങ്ങളുടെ വിഭവങ്ങൾ സമ്പാദ്യമായാലും നിക്ഷേപമായാലും ബിസിനസ് വരുമാനമായാലും ശരി, സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ ഊന്നിപ്പറയുന്നു. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി പതിവായി വിലയിരുത്തുന്നത് ഒന്നും പാഴാക്കപ്പെടുന്നില്ലെന്നും
അപ്രതീക്ഷിത വെല്ലുവിളികൾക്ക് നിങ്ങൾ തയ്യാറാണെന്നും ഉറപ്പാക്കുന്നു. കൊടുക്കുന്നത് സമ്പത്ത് കുറയ്ക്കുമെന്ന് പലരും കരുതുന്നു. എന്നാൽ അത് വർദ്ധിപ്പിക്കുന്നതിനുള്ള ഏറ്റവും ശക്തമായ തത്വങ്ങളിൽ ഒന്നാണ് കൊടുക്കൽ അഥവാ ഗിവിംഗ് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. മലാക്കി 3:10 പറയുന്നു, നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്നു. സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ. ദശാംശം ഒരു മതപരമായ കടമ മാത്രമല്ല, അത് അനുഗ്രഹങ്ങൾ ഉണർത്തുന്ന ഒരു സാമ്പത്തിക തത്വമാണ്. ലൂക്കോസ് 6:38 ഊന്നി പറയുന്നു, കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ഉദാരത വലിയ വരുമാനം നൽകുന്ന അനുഗ്രഹത്തിന്റെ ഒരു ചക്രം സൃഷ്ടിക്കുന്നു. സദൃശവാക്യങ്ങൾ 11:25 ഇതിനെ ബലപ്പെടുത്തുന്നു. ഔദാര്യമുള്ളവൻ അഭിവൃദ്ധി പ്രാപിക്കും. മറ്റുള്ളവർക്ക് നവോന്മേഷം നൽകുന്നവൻ നവോന്മേഷം പ്രാപിക്കും. സമ്പാദ്യവും നിക്ഷേപവും സംബന്ധിച്ച പ്രായോഗിക ജ്ഞാനവും ബൈബിൾ പഠിപ്പിക്കുന്നു. സദൃശവാക്യങ്ങൾ 21:20 പറയുന്നു, ജ്ഞാനികൾ വിശിഷ്ട ഭക്ഷണവും ഒലിവെണ്ണയും സംഭരിക്കുന്നു, എന്നാൽ വിഡ്ഢികൾ അവരുടെ ഭക്ഷണം വിഴുങ്ങുന്നു. അത്യാഹിതങ്ങൾക്കും അവസരങ്ങൾക്കും തയ്യാറെടുക്കാൻ സേവിങ്സ് നിങ്ങളെ സഹായിക്കുന്നു. സഭാപ്രസംഗി 11:2 ഡൈവേഴ്സിഫിക്കേഷൻ അഥവാ വൈവിധ്യവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഒരു ഓഹരിയെ 7ആയിട്ടോ 8ആയിട്ടോ വിഭാഗിച്ചു കൊള്ളുക. ഭൂമിയിൽ എന്ത് അനർത്ഥം സംഭവിക്കും എന്ന് നീ അറിയുന്നില്ലല്ലോ. സദൃശവാക്യങ്ങൾ 22:7 മുന്നറിയിപ്പ് നൽകുന്നു. കടം വാങ്ങുന്നവൻ കടം കൊടുക്കുന്നവന്റെ അടിമയാണ്. ചില കടങ്ങൾ തന്ത്രപരമായി ഉപയോഗിക്കാമെങ്കിലും അത് ഉത്സാഹത്തോടെ കൈകാര്യം ചെയ്യണം. റോമർ 13:8 കൂട്ടിച്ചേർക്കുന്നു, അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടം വെട്ടിരിക്കരുത്. സദൃശവാക്യങ്ങൾ 10:4 പറയുന്നു, അലസമായ കൈകൾ ദാരിദ്ര്യത്തിന് കാരണമാകും, എന്നാൽ ഉത്സാഹമുള്ള കൈകൾ സമ്പത്ത് നൽകുന്നു. കഠിനാധ്വാനം, സമഗ്രത, സ്ഥിരത എന്നിവ സാമ്പത്തിക വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. ബജറ്റിംഗ് അഥവാ ബജറ്റ് തയ്യാറാക്കുക മറ്റൊരു ബൈബിൾ തത്വമാണ്. ലൂക്കോസ് 14:28 മുൻകൂട്ടി ആസൂത്രണം ചെയ്യാൻ ഉപദേശിക്കുന്നു. സദൃശവാക്യങ്ങൾ 24:3-4 വാക്യങ്ങളിൽ പറയുന്നു, ജ്ഞാനം കൊണ്ട് ഭവനം പണിയുന്നു, സംതൃപ്തിയാണ് പ്രധാന. ഫിലിപ്പിയർ 4:12-13 വാക്യങ്ങളിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി പരിഗണിക്കാതെ സമാധാനത്തിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. അതേസമയം 1 തിമോത്തിയോസ് 6:6-7 വാക്യങ്ങളിൽ യഥാർത്ഥ സമ്പത്ത് അളക്കുന്നത് വസ്തുവകകൾ കൊണ്ടല്ലെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സമ്പത്ത് കെട്ടിപ്പടുക്കുക എന്നത് വിശ്വാസവും ക്ഷമയും സ്ഥിരോത്സാഹവും ആവശ്യമുള്ള ഒരു യാത്രയാണ്. എബ്രായർ 11:1 പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. വിശ്വാസമുണ്ടെങ്കിൽ സാഹചര്യങ്ങൾ മങ്ങിയതായി തോന്നുമ്പോഴും ദൈവം തന്റെ സമൃദ്ധിയുടെ വാഗ്ദാനങ്ങൾ നിറവേറ്റുമെന്ന് വിശ്വസിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. ഈ വിശ്വാസം നിങ്ങളെ തിരിച്ചടികളിലൂടെ നിലനിർത്തുകയും നിങ്ങളുടെ സാമ്പത്തിക യാത്രയിൽ നിങ്ങളെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നു. യാക്കോബ് 1:4 നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ പക്വതയും പൂർണ്ണതയും ഉള്ളവരായി ഒന്നിനും കുറവ് വരാതെ സ്ഥിരോത്സാഹം അതിന്റെ ജോലി പൂർത്തിയാക്കട്ടെ. ക്ഷമയും സ്ഥിരോത്സാഹവും സമ്പത്ത് കെട്ടിപ്പടുക്കുന്നതിനുള്ള സുപ്രധാന ഘടകങ്ങളാണ്. പെട്ടെന്നുള്ള ഫലങ്ങൾ വിരളമാണ്, എന്നാൽ ബൈബിൾ തത്വങ്ങളാൽ നയിക്കപ്പെടുന്ന സ്ഥിരമായ പുരോഗതി ശാശ്വതമായ അഭിവൃദ്ധിയിലേക്ക് നയിക്കും. യാക്കോബ് 1:5 പറയുന്നു, നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭർഷിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. സമ്പന്നരായ വ്യക്തികൾ പലപ്പോഴും ബുദ്ധി ഉപദേശത്തെ ആശ്രയിച്ചുകൊണ്ട് സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നു. ജ്ഞാനം ആവശ്യപ്പെടുന്ന എല്ലാവർക്കും അത് ലഭ്യമാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. സദൃശവാക്യങ്ങൾ 16:3 ഉപദേശിക്കുന്നു, നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കാം, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. നിങ്ങളുടെ സാമ്പത്തിക പദ്ധതികൾ ദൈവത്തിന് സമർപ്പിക്കുന്നത് നിങ്ങൾ അവന്റെ ഇഷ്ടത്തിന് അനുസൃതമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നു. ദൈവരാജ്യത്തിന് മുൻഗണന നൽകാൻ വിശ്വസ്തരായ വിശ്വാസികൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഫിലിപ്പിയർ 4:19 ഉറപ്പ് നൽകുന്നു, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. നിങ്ങളുടെ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുക. സ്വർഗസ്ഥനായ പിതാവേ, നിന്റെ വചനത്തിലൂടെ ഈ സമ്പത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയതിന് നന്ദി. സത്യസന്ധതയോടും വിശ്വാസത്തോടും ലക്ഷ്യത്തോടും കൂടി എൻ്റെ ധനകാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കുക. എൻ്റെ സമ്പത്ത് മറ്റുള്ളവരെ അനുഗ്രഹിക്കുകയും നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.